മൂന്നാം ബലാത്സംഗ പരാതിയിൽ അറസ്റ്റായ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. തിരുവല്ല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചാൽ സെഷൻസ് കോടതിയെ സമീപിക്കാനാണ് പ്രതിഭാഗത്തിന്റെ തീരുമാനം. രാഹുൽ മാങ്കൂട്ടത്തലിന്റെ ജാമ്യാപേക്ഷയിലെ വാദങ്ങൾ 24-ന് കിട്ടി. അശ്വിൻ പാലാഴി വിവരങ്ങളും വെച്ചിരുന്നു. അശ്വിൻ, ആദ്യഘട്ടത്തിലൊക്കെ പറയുന്നത് പോലെ തന്നെ ഇത് കൺസെൻഷ്യൽ ആണ്, ഇത് ഫോൾസ് ആണ്, ഫ്രിവലസ് ആണ് തുടങ്ങിയ പതിവ് വാദങ്ങൾ തന്നെയല്ലേ ഈ ജാമ്യാപേക്ഷയിലും ഉള്ളത്? കാശ്മീർ കൃഷ്ണ, തീർച്ചയായും ഇതുവരെ രാഹുൽ കോടതിയിൽ ഉന്നയിച്ച അതേ കാര്യങ്ങളൊപ്പം ഫെനി നയന അടക്കം പൊതുസമൂഹത്തിൽ പറയുന്നതും ജാമ്യാപേക്ഷയിലുള്ള ഇതേ കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഇത്തവണ 2-3 കാര്യങ്ങൾ കൂടി അധികമായി ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചേർത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി നേരത്തെ ഉണ്ടായിരുന്ന കെട്ടിച്ചമച്ച കേസാണ്, തന്നെ അപമാനിക്കാനും ജയിലിൽ അടയ്ക്കാനും ഉള്ള ശ്രമത്തിൻ്റെ ഭാഗമായി നിർമ്മിച്ചെടുത്ത കേസാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒന്നാമത്തെ വാദം ജാമ്യാപേക്ഷയിൽ. പിന്നീട് പറയുന്നത് ഈ പരാതിക്കാരി വിവാഹിതയാണ് എന്ന് തനിക്കറിയില്ലായിരുന്നു, ആ വിവാഹിതയാണ് എന്ന വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഈ ബന്ധത്തിൽ നിന്ന് രാഹുൽ പിന്മാറി എന്നുള്ളതാണ് ജാമ്യാപേക്ഷയിൽ പുതുതായി ചേർത്തിട്ടുള്ള മറ്റൊരു വാദം. പിന്നെ ഈ പെൺകുട്ടിയുമായുള്ള ബന്ധങ്ങൾ അത് ഉഭയസമ്മതപ്രകാരമായിരുന്നു. അവരും പരാതിക്കാരിയുമായുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തമ്മിലുള്ള ഉഭയസമ്മതപ്രകാരമാണ് കണ്ടതും സംസാരിച്ചതും ഹോട്ടലിൽ മുറിയെടുത്തതുമൊക്കെ എന്ന് രാഹുൽ പറയുന്നു. അപ്പം ഹോട്ടലിൽ മുറിയെടുത്തത് പെൺകുട്ടിയാണെന്നും തന്നെ അവിടേക്ക് വിളിച്ചു വരുത്തിയത് ഈ പരാതിക്കാരിയാണ് എന്നൊരു വാദം കൂടി ജാമ്യാപേക്ഷയിൽ പറയുന്നുണ്ട്. എന്തായാലും ഇതിനെല്ലാം അപ്പുറത്തേക്ക് കഴിഞ്ഞ ദിവസം റിമാൻഡ് റിപ്പോർട്ടിലടക്കം കസ്റ്റഡി അപേക്ഷയിലടക്കം പോലീസ് പ്രത്യേക അന്വേഷണ സംഘം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അത് ഈ ജനപ്രതിനിധിയായ രാഹുലിന് ജാമ്യാപേക്ഷ നൽകിയാൽ ഉന്നത സ്വാധീനം വെച്ച് തെളിവ് നശിപ്പിക്കാനും പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്താനും ഒക്കെ ശ്രമിക്കും എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഈ ബലാത്സംഗത്തിൻ്റെ ക്രൂരമായ ഭാവങ്ങളൊക്കെ വിവരിച്ചുകൊണ്ടുള്ളൊരു കസ്റ്റഡി അപേക്ഷയും റിമാൻഡ് റിപ്പോർട്ടുമൊക്കെ ആയിരുന്നു കോടതിയിൽ നൽകിയത്. അതേ വാദങ്ങൾ ഇന്ന് പ്രോസിക്യൂഷൻ ആവർത്തിക്കുകയും ചെയ്യും. ജാമ്യം അനുവദിക്കരുത് എന്നുള്ളത് തന്നെയാണ് പ്രോസിക്യൂഷൻ്റെ ആവശ്യം. ഒപ്പം തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇനിയും പോകേണ്ടതുണ്ട്. ഒരു തരത്തിലും അന്വേഷണത്തോട് രാഹുൽ സഹകരിക്കുന്നില്ല എന്ന കാര്യം കൂടി ഇന്ന് കോടതി അറിയിക്കും. കഴിഞ്ഞ 3 ദിവസത്തെ കസ്റ്റഡി കാലാവധിയിൽ ഒന്നും തന്നെ വിട്ടുപറയാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്വേഷണത്തിന് തിരിച്ചടിയാകുന്നതും അതുതന്നെയാണ്. അതിനിടെ ഈ ജാമ്യാപേക്ഷയിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാദം ഡീംഡ് കസ്റ്റഡി ആവാം എന്നുള്ളതാണ്. അതായത് ഫിസിക്കൽ അറസ്റ്റ് ഇല്ലാതെ തന്നെ പുറത്തു നിർത്തണം, അതേസമയം പോലീസ് കസ്റ്റഡിയിലാണ് എന്നുള്ളതാണ് കൽപ്പിത കസ്റ്റഡി, നിയമകൽപ്പിത കസ്റ്റഡി എന്ന നിയമവശം. അത് അത്തരത്തിലുള്ള നിയമകൽപ്പിത കസ്റ്റഡിയിൽ തന്നെ വെക്കാം എന്നുള്ള ഒരു വാദം കൂടി രാഹുൽ പറയുന്നുണ്ട്. എന്തായാലും ഇന്ന് 11 മണിയോടുകൂടി തിരുവല്ല 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് രാഹുലിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. നിയമകൽപ്പിത കസ്റ്റഡി എന്നാൽ ഫിസിക്കൽ അറസ്റ്റ് ഉണ്ടാവില്ല ഹാഷ്മി. അതായത് കസ്റ്റഡിയിലാണ്, പക്ഷേ രാഹുലിന് പുറത്തിറങ്ങി നടക്കാം എന്നുള്ളതാണ് ഡീംഡ് കസ്റ്റഡി അഥവാ നിയമകൽപ്പിത കസ്റ്റഡി എന്നത്. അത്തരത്തിൽ നിയമകൽപ്പിത കസ്റ്റഡിയിലേക്ക് തന്നെ ആക്കാം എന്നുള്ളതാണ് ഈ ജാമ്യാപേക്ഷയിൽ രാഹുൽ വയ്ക്കുന്ന മറ്റൊരു കാര്യം. അങ്ങനെ അത് സമ്മതിക്കുമോ എന്നുള്ളതില്ല. പണ്ട് മദിനയൊക്കെ ഈ രീതിയിൽ നിയമകൽപ്പിത കസ്റ്റഡിയിലൊക്കെ വെച്ചതാണ്. രാഹുലിൻ്റെ കേസിൽ അതുണ്ടാവുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ജാമ്യം ഇന്ന് ജാമ്യ ഹർജി 11 മണിയോടെയാണ് പരിഗണിക്കുന്നത്. അതിൽ ജാമ്യം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സെഷൻസ് കോടതിയെ സമീപിക്കാനാണ് പ്രതിഭാഗത്തിന്റെ തീരുമാനം. അശ്വിൻ പാലാഴി വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.